എക്സാമിന് ഒരു 2-3 മാസം മുന്നേ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ് എനിക്ക് PG പോയി നിൽക്കേണ്ട കാര്യം. പക്ഷെ ഞാനൊരു 10 ദിവസം മുന്നെയാണ് പോയിരിക്കുന്നത്. എൻ്റെ എക്സാം സെൻറ്റർ മെയിനായിട്ട് തൃശ്ശൂരായതുകൊണ്ട് തന്നെ ഞാൻ തൃശ്ശൂർ PG എടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. PG മീൻസ് പേയിങ് ഗസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലേഡീസ് ഹോസ്റ്റൽ എന്നും പറയാൻ തോന്നുന്നു. അങ്ങനെ ഞാൻ PG എത്തിയപ്പോഴൊരു കോലാട്ടോ ഇതിൽ ഞാൻ കയറി ചെന്നപ്പോഴൊരു റൂമിൻ്റെ കോലാണത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂർ ഉണ്ട് ഇങ്ങോട്ട് വരാൻ. ശരിക്കും പറഞ്ഞാൽ വന്ന പാട് എനിക്ക് കിടന്നുറങ്ങാനാണ് തോന്നിയത്. പക്ഷെ നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ലല്ലോ, ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ പെട്ടി തുറന്ന് ബെഡ്ഷീറ്റ് ഫസ്റ്റ് ഞാൻ പുറത്ത് കേട്ടു. കാരണം ഫസ്റ്റ് ഞാൻ ബെഡ് സെറ്റാക്കാൻ പോയി. ഈ ട്രോളിയും ബെഡ്ഷീറ്റും ഒക്കെ ഞാൻ ശരിക്കും സൈലത്തിൽ റിപ്പീറ്റ് ചെയ്യാൻ ഫസ്റ്റിൽ അതായത് കഴിഞ്ഞ വർഷം മെയ് 15 അങ്ങോട്ടാണ് ഞാൻ സൈലം ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നത്. ആ ടൈമിൽ മേടിച്ച ബെഡ്ഷീറ്റും ട്രോളി ആട്ടോ അത്. ഇപ്പോൾ അതാ 1 ഇയർ ആവുന്നേ ഉള്ളൂ. അടുത്ത മാസം 1 ഇയർ ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും സെയിം പേർപ്പസാണ്, പക്ഷെ ഡിഫറെൻറ്റ് ഹോസ്റ്റൽ എന്ന് പറയാം. അങ്ങനെ ബെഡ് സെറ്റാക്കിയപ്പോൾ തന്നെ ഒരു 50% ക്ലീനിങ് കഴിഞ്ഞ പോലെ ഇരുന്ന്. പക്ഷെ ഇനിയും കെടുക്കുന്നുണ്ട് കുറേ. സെക്കൻഡ് ഞാൻ മുസല്ലയും നിസ്കാരക്കുപ്പായും കൂടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ച് ഈ ഒരു ബാഗിലാണ് അത് ഉണ്ടായിരുന്നത്. അത് ഞാൻ പിന്നെ സെപ്പറേറ്റ് നമ്മൾ നിസ്കരിക്കാൻ എടുക്കുമ്പോൾ ബാഗിൽ നിന്ന് ഇരിക്കൽ എളുപ്പമല്ലല്ലോ. സോ ഞാനത് സെപ്പറേറ്റ് മാറ്റി വെച്ച് സാധാരണ നമ്മൾ വീട്ടിലുള്ള പോലെ തന്നെ മടക്കി വെച്ച്. പിന്നെ എനിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ 2 പൗച്ചിലുള്ളത്. ഒന്നാമത്തേൽ സോപ്പ്, ടൂത്ത് ബ്രഷ്, ഫേസ് വാഷ്, പിന്നെ കോംബ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും. പിന്നെ രണ്ടാമത്തേലാണ് എൻ്റെ സ്കിൻ കെയറും മേക്കപ്പും ഞാൻ വെച്ചിട്ടുള്ളത്. മേക്കപ്പ് നമുക്ക് അനാവശ്യമായിട്ട് ഇപ്പോൾ എവിടേക്കും പോകണില്ല, എക്സാമിനാണല്ലോ മെയിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ലിപ്സ്റ്റിക്ക് ആസ് യൂഷ്വൽ ഞാൻ 2-3 ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കൺസീലറും ചെറുതായിട്ടൊന്നും എടുത്തിട്ടുണ്ട്. അത് ആഡംബരമായിട്ടൊന്നും തോന്നരുത്, എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അതും കൂടി എടുത്തിട്ടു. അങ്ങനെ എൻ്റെ ഈ ഒരു ഓർഗനൈസർ സെറ്റായി. ഇത് ഞാൻ മിനിസോയിൽ കഴിഞ്ഞ പ്രാവശ്യം ഹൈലൈറ്റിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ ഞാൻ എൻ്റെ പുതിയ ബ്രഷ് അൺബോക്സ് ചെയ്ത്. സംഭവം ഇത് രാത്രി ആയതുകൊണ്ട് എനിക്കെന്തോ രാത്രി ഇത് യൂസ് ചെയ്യാനുള്ളൊരു ഇതില്ല. അപ്പം ഞാൻ ഇത് പിറ്റേ ദിവസം രാവിലെ ബ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കിടുന്നത്. സംഭവമൊക്കെ ശരിയാണ്, രാവിലെയും രാത്രിയൊക്കെ ബ്രഷ് ചെയ്യണം. പക്ഷെ പുതിയതായതുകൊണ്ട് ഞാൻ വിചാരിച്ച് രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബിഗിനിങ് ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ ടേബിളിൽ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരു ന്യൂട്ടെല്ല കാണാം. അത് മാത്രമാണ് ഞാൻ വീട്ടിൽ നിന്ന് തിന്നാൻ കൊടുത്തിരിക്കുന്ന ഒരു സാധനം. എന്തായാലും ബാക്കി കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊന്നും തിന്നാൻ പറ്റില്ലല്ലോ, ന്യൂട്ടെല്ലെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെ ടേബിൾ സെറ്റ് ചെയ്ത് ഞാൻ നേരെ പോയി ഫ്രഷായി. നൈറ്റ് റൂട്ടീൻ ഈസ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ഡൂയിങ് എ സ്കിൻ കെയർ എന്ന് വേറെ ആരും പറഞ്ഞതല്ല, ഞാൻ തന്നെ പറഞ്ഞതാണ്. ഇനി വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാന്ന് എനിക്കറിയില്ല കേട്ടോ. അന്നത്തെ സ്കിൻ കെയർ ഞാൻ ഭയങ്കര സിമ്പിൾ ആൻഡ് മിനിമലായിട്ട് ചെയ്തത്. ഒരു മോയ്സ്ചറൈസർ, ടോണർ ആൻഡ് എ ലിപ് ബാം. അങ്ങനെ സ്കിൻ കെയർ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ടേബിളൊന്ന് നോക്കിയപ്പോൾ, ടേബിളല്ല റൂമ് മൊത്തത്തിൽ നോക്കിയപ്പോൾ എനിക്കെന്തോ ഒരു തൃപ്തിയില്ല. കെടുക്കാനും നേരമായി. എനിക്കാണെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കും വേണം. സ്റ്റഡി ടേബിൾ എന്തായാലും എനിക്ക് ഫ്രീ ആയിട്ട് ഇടണം. ഞാൻ എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ സ്റ്റഡി ടേബിളുമ്പോൾ നിരത്തി അങ്ങോട്ട് വെച്ച്. പിന്നെ നിസ്കാരം സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് നേരത്തെ നീറ്റ് പഠിക്കേണ്ട, അപ്പോൾ ടേബിൾ ഫ്രീ ആക്കണ്ടേ എന്നുള്ളൊരു ബോധം വന്നത്. സംഭവം ഞാൻ നേരത്തെ നീറ്റുണ്ടെങ്കിലും ക്ലീൻ ചെയ്യും, പക്ഷെ നമ്മൾ നേരത്തെ നീറ്റിട്ട് പഠിക്കല്ലേ നല്ലത്. മറ്റേത് ക്ലീൻ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ റൂം മൊത്തം ക്ലീൻ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിരിക്കും, ഞാൻ ആ സ്ഥലം മൊത്തമാണ് ക്ലീൻ ചെയ്യും. അതായത് സ്ഥലം മൊത്തം മീൻസ് ആ ഒരു സ്പേസ് മൊത്തത്തിലാണ് ക്ലീൻ ചെയ്യുന്നൊരു പ്രത്യേകതരം സ്വഭാവമാണ്. അപ്പം ഞാൻ രാവിലെ നീറ്റ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി എൻ്റെ രാവിലത്തെ നേരം മൊത്തം പോകും. അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്റ്റഡി ടേബിളും ഒന്നങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റി ഞാൻ എന്ത് ചെയ്തു, അപ്പുറത്തൊരു ഷെൽഫ് പോലത്തെ ബുക്ക് ഷെൽഫ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിലേക്ക് മാറ്റി. എന്നിട്ട് രാവിലേക്ക് പഠിക്കാനുള്ള ബുക്കൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ പോയിട്ട് കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഡേ ഇൻ ദിസ് ഹോസ്റ്റൽ. അങ്ങനെ ഞാനൊരു 5:30 ആകുമ്പോൾ നീറ്റിരിക്കണം. 5:30 ആകുമ്പോൾ നീറ്റ് നേരെ പോയിട്ട് നിസ്കരിച്ച് കഴിഞ്ഞ് ഒരു 6 മണി 5:45 ആകുമ്പോൾ ആകാശം നോക്കിയപ്പോൾ ഉണ്ട് 6:30 ആയ പോലത്തെ ഒരു ഫീല്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ ഇടയായിട്ട് വേഗം നേരം വെളുക്കുന്നുണ്ട്. ഇത്ര കാലം നമ്മളത് ശ്രദ്ധിച്ചിരുന്നില്ല. ഞാനിപ്പോൾ മടക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ബ്ലാക്ക് ഷോളാണ്. സംഭവം എന്താ വെച്ചാൽ ഞാൻ ബെഡ്ഷീറ്റ് കൊടുന്നു, പില്ലോ കവർ കൊടുന്നു, പക്ഷെ എന്തെടുത്തില്ല, പുതപ്പ് മാത്രം എടുത്തില്ല. എനിക്കാണെങ്കിലോ ചൂടാണെങ്കിലോ തണുപ്പാണെങ്കിലും പുതപ്പ് നിർബന്ധം. സോ ഞാനൊരു ഷോൾ ഇട്ട് പുതച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു 6 മണിയായപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് ചാർജിന് വെച്ചിട്ട് ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചൊന്ന് നീക്കി വെച്ച്. സംഭവം ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവുമൊന്നുമില്ല, സംഭവം വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഫോൺ എടുക്കണ്ട തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല. ഈ ഇടയായിട്ട് അങ്ങനെയാണ്, മുന്നേ അങ്ങനെ ഇരുന്നില്ല കേട്ടോ. എക്സാം ആയില്ലേ, അതിൻ്റെ കുറച്ച് മാറ്റങ്ങളായിരിക്കാം അല്ലേ. അങ്ങനെ തലേ ദിവസം ഞാൻ സെറ്റാക്കി വെച്ച ടേബിളും ബുക്കൊക്കെ അതുപോലെ തന്നെ അവിടെ ഇരിക്കേണ്ടി വേറെ എടുക്കും പോകുന്നില്ലല്ലോ. അല്ലെങ്കിലും ആ ഓർബിറ്റ് ഞാൻ തന്നെ കൊടുന്ന് വെച്ചതാണ്, പക്ഷേ ഞാൻ രാവിലെ തന്നെ ആയതുകൊണ്ട് കഴിച്ചില്ല. സോ അവിടെ തന്നെ തിരിച്ചു വെച്ച്
ഞാൻ ബയോളജി പഠിക്കാൻ പോയി. ഈ ബയോളജിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ ഏറിപ്പോയി ഒരു 10 ദിവസമെങ്കിലും നമ്മൾ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ആ ചാപ്റ്റർ എടുത്ത് വെക്കുമ്പോൾ ഒരു തേങ്ങ അറിയാത്ത പോലെ ഉണ്ടാവും. സംഭവം നമ്മുടെ തലയുടെ ഉള്ളിൽ ഉണ്ടാവും. പക്ഷേ അത് കുറച്ച് ഒന്ന് 2-3 വട്ടം വായിച്ചാലാണ് അത് എനിക്ക് കിട്ടലുള്ളൂ. അതാണ് ഞാൻ ഈയിടെയായിട്ട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സോ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഇൻ ഹോസ്റ്റൽ ആയതുകൊണ്ടും നല്ലൊരു സ്റ്റാർട്ട് വേണം പഠിപ്പിലെന്നുള്ളത് കൊണ്ടും ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് മുതലേ തുടങ്ങി. ഇടയിൽ വെച്ച് തുടങ്ങാണ്ട് ഫസ്റ്റ് പോർഷൻസ് മുതൽ തന്നെ തുടങ്ങി. സെക്കൻഡ് ഇയർ ആണ്, പക്ഷെ ഞാൻ ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. +2 പഠിക്കുമ്പോൾ അത്രയും കാണാപ്പാഠം പഠിച്ചതാണ് ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും +2 പോർഷൻസ് പഠിക്കാനുള്ള ആ ഒരു ടൈം എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ വിചാരിക്കും അത് ഞാൻ ഓൾറെഡി പഠിച്ചതാണല്ലോ, അതിൻ്റെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പം നമുക്ക് ലാസ്റ്റ് ടൈം നോക്കിയാൽ കിട്ടുമല്ലോ എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് എന്തുണ്ടായിരുന്നു, അല്ല ആർക്കുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കോൺഫിഡൻസ് ഇസ് ഗുഡ് ബട്ട് ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് യൂണിറ്റ് എടുത്ത് 2 ചാപ്റ്റർ പഠിച്ചു. 3ാമത്തെ ചാപ്റ്റർ പഠിച്ച് പകുതി മുമ്പാണ് ബെല്ലടിച്ചത് മീൻസ് ഫുഡ് കഴിക്കാൻ ടൈമായ ഇവിടെ ബെല്ലടിക്കും. അപ്പോൾ നമ്മൾ അടിയിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. സോ ഇതിൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും എനിക്ക് എങ്ങനെയാണ് കാര്യങ്ങളിലൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വർക്ക് ചെയ്യണ 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ അടിയിൽ ഫുഡ് എടുത്തിട്ട് നമ്മൾ റൂമിൽ വന്നിട്ട് തന്നെ കഴിക്കാമെന്ന്. അന്നത്തെ ഫുഡ് പുട്ടും കടലയായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല, രസമുണ്ടായിരുന്നു. സംഭവം ഒരു 1.5 കഷ്ണം പുട്ടുള്ളൂ, പക്ഷെ ഇഷ്ടംപോലെ കറിയുണ്ട്. ഞാൻ അങ്ങനെയാണ്, എനിക്ക് കുറേ കറി വേണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു 10 മിനിറ്റ് ഫോണൊക്കെ നോക്കി. 10 മിനിറ്റ് ഫോൺ നോക്കുമ്പോഴും ഈ ഇടയായിട്ട് മനസ്സിനുള്ളൊരു എന്താണ് കാന്തലോ ആളല്ലോ അങ്ങനെ എന്തോ സാധനമില്ലേ, ആ സാധനം തന്നെ. സമയം പോവുകയാണല്ലോ എന്നുള്ളൊരു പേടിയൊക്കെ ഇപ്പോഴാണ് വരുന്നത്. ഈ പേടിയൊക്കെ കുറച്ച് മുന്നേ വരികയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു 9 മണിയാകുമ്പോഴുള്ള ഒരു വ്യൂ ആട്ടോ അത്. നമ്മളെ ഫ്ലോറുമ്മലും എൻ്റെ ബെഡുമ്മലൊക്കെ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും നമ്മളിങ്ങനെ ഓരോ ടൈമും നമ്മൾ അറിയണല്ലേ ഉള്ളൂ എന്തായിരിക്കും ആ ക്ലൈമറ്റും കാര്യങ്ങളെന്നൊക്കെ. ഒരു 8:30-9 മണിക്കാകുമ്പോൾ നല്ലൊരു വെയിലുണ്ടാവില്ലേ, അതിൻ്റെ എഫക്റ്റ് ആട്ടോ ഈ കാണുന്നത്. സംഭവം ആ റെയിൻബോയുടെ ഇത് വരുന്നത് ഈ വിൻഡോയിൽ എന്തോ ഒരു സാധനമുണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നമ്മൾ എന്തൊരു ഫിൽറ്ററൊക്കെ പോലെ എന്തൊക്കെ വെക്കൂലേ അതിൽ നിന്ന് വരേണ്ടതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലാണ്ട് റെയിൻബോ ഒന്നും ഇങ്ങനെ വരില്ലല്ലോ. അങ്ങനെ അതാ എൻ്റെ 2ാമത്തെ സ്റ്റഡി സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് +2 തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ സമയം എടുത്തിട്ടുള്ളൊരു ചാപ്റ്ററും കുറച്ചൊക്കെ ഒരു ടഫായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞത്. ഇത് ഞാൻ നീറ്റിന് തന്നെ അത്യാവശ്യത്തിന് റിവൈസ് ചെയ്തുകൊണ്ട് എനിക്ക് ഇത് വലിയ കുഴപ്പം തോന്നിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഫോണൊന്നും എടുത്തായിരുന്നു ചെറുതായിട്ട്. ആ സമയത്താണ് ഞാൻ യൂട്യൂബിലൊരു ഷോർട്ട് കണ്ടത്, നീറ്റ് മറ്റേ സിറ്റി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിറ്റി അല്ലേ എന്തായാലും തൃശ്ശൂരായിരിക്കും കിട്ടുക എന്ന് എൻ്റെ മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് സെൻറ്റർ തൃശ്ശൂരെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും നമുക്കൊരു നോക്കാനുള്ളൊരു ത്വര വരുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലാപ്പ് എടുത്തിട്ട് നോക്കിയപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവർ പറഞ്ഞത് ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ തെറ്റാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ ശരിയായിട്ട് കിട്ടി, തൃശ്ശൂർ തന്നെയായിരുന്നു. സെൻറ്റർ തൃശ്ശൂരാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് കിടന്നുറങ്ങിയായിരുന്നു. സംഭവം ഞാൻ ഫോണിൽ അലാറം വെച്ചിട്ടാണ് കിടന്നത്, കറക്റ്റ് 1 മണിക്കൂർ ഉറങ്ങാൻ വെച്ചിട്ട്. 1 മണിക്കൂർ ആവണേക്കാട്ടി മുന്നേ തന്നെ ഇവിടെ ബെല്ലടിച്ചേക്കണം ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനുള്ളത്. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നീറ്റ് നേരെ പോയിട്ട് ഫുഡ് എടുത്തു, തിരിച്ച് റൂമിലേക്ക് വന്ന് ഫുഡ് കഴിക്കാനിരുന്നു. ചോറിൻ്റെ കൂടെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു, പപ്പടം, പിന്നെ അച്ചാറ്, മീൻ പൊരിച്ചത്, പയർ. മീൻ പൊരിച്ചത് ഞാൻ കൂട്ടിയില്ല, ബാക്കിയൊക്കെ കൂട്ടി. അത് കഴിഞ്ഞ് നേരെ പോയി നിസ്കരിച്ചു. ഫുഡ് കഴിച്ചാൽ ചെറുതായിട്ടൊരു മയക്കം നിർബന്ധമല്ലോ ചില നേരത്ത്. പക്ഷെ എനിക്കിപ്പോൾ മയങ്ങാൻ ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മയങ്ങാൻ പോയില്ല. സംഭവം ഞാൻ ബുക്ക് ബെഡും ഇട്ടപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഞാൻ മിക്കവാറും അവിടെ കിടന്ന് ഉറങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്തു കുറച്ചേരൊന്നും ബെഡിലിരുന്നു, പ്രകൃതി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. ഈ വിൻഡോ കൂടെ നോക്കി നമുക്ക് ട്രെയിന് പോണത് കാണാം കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും പഠിക്കാനുള്ളൊരു ഇതേ വരുന്നില്ല, കാരണം ഉറക്കം നല്ല വരുന്നുണ്ട്, പക്ഷെ നമ്മൾ ഉറങ്ങാൻ പാടില്ലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ മൈൻഡൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ. വന്ന ടൈമിൽ ഞാൻ എൻ്റെ ടേബിളും ഷെൽഫും പിന്നെ ബെഡും മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ലഗേജസ് ഷെൽഫിൽ ഒതുക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഓർഗനൈസേഴ്സൊക്കെ പെട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പെട്ടി അടച്ച് തുറക്കൽ തന്നെ ആയിരിക്കും പരിപാടിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഓർഗനൈസേഴ്സിൽ തന്നെ എല്ലാം ഇരിക്കണത്. അപ്പോൾ ഞാൻ ഷെൽഫിൽ നല്ല ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഷെൽഫിൻ്റെ മേലത്തെ ഭാഗം ആസ് യൂഷ്വൽ എൻ്റെ ഒരു ടേബിൾ എപ്പോഴും മെസ്സായിട്ടാവും കിടക്കുന്നുണ്ടാവുക. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിൾ ക്ലീനായി എടുക്കുന്നുണ്ടാവും,
പക്ഷെ അപ്പുറത്തെ ടേബിൾ, അതായത് ഈ ഷെൽഫ് അത്ര ക്ലീൻ ആയിരുന്നില്ല. പിന്നെ ഇത് ഫസ്റ്റിൽ ഇങ്ങനെ ഒരു പൊടി പിടിച്ച ടൈപ്പ് ഒരു ടേബിൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് വെക്കാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ, അപ്പോൾ നമ്മൾ ഇത് തന്നെ എടുക്കണം. എനിക്കാണെങ്കിലോ ഈ മേലത്തെ ഭാഗം കണ്ടിട്ട് എന്തെങ്കിലും ഒരു ക്ലോത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തുടയ്ക്കായിരുന്നു എന്നുള്ളൊരു ക്ലോത്തും ഇല്ല. പക്ഷെ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുറേ പൊടികൾ കിട്ടി. അങ്ങനെ ആ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പഠിക്കാനല്ല വന്നിട്ടുള്ളത്, അപ്പോൾ ബുക്ക് എടുത്ത് വെക്കണ്ടേ. ഒരേ ദിവസത്തേക്ക് പഠിക്കാനുള്ള ബുക്ക് മാത്രമാണ് ഞാൻ വന്ന ടൈം എടുത്ത് വെച്ചത്. പക്ഷെ ഇനിയും കുറച്ച് ബുക്കുകളുണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ച് ബാഗിൽ നിന്ന് മാറ്റിയിട്ട് ഷെൽഫിലേക്ക് മാറ്റി വെക്കാമെന്ന്. അങ്ങനെ ഞാൻ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഞാൻ ബുക്സ് വെച്ചപ്പോൾ എനിക്ക് ഓവറോൾ കുഴപ്പമില്ല, ഒന്നും ഓർഗനൈസ് ആയിട്ടിരിക്കണ പോലെ തോന്നി. അങ്ങനെ ഞാൻ ബുക്കൊക്കെ വെക്കുമ്പോഴാണ് ദേ അപ്പുറത്തൊരു ട്രെയിൻ പോകുന്നു. എൻ്റെ റൂമിൻ്റെ ജനാലയിൽ കൂടെ നോക്കിയാൽ ട്രെയിൻ പോണത് നമുക്ക് ലൈവായിട്ട് കാണാം. സംഭവം പ്ലെയിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ, എനിക്കുണ്ടാവലുണ്ട്. അതുപോലെ എനിക്ക് ട്രെയിൻ പോകുമ്പോഴും. അങ്ങനെ ട്രെയിൻ പോകണമെന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ക്ലീനിങ്ങിലേക്ക് മടങ്ങി. ഈ ലാസ്റ്റ് ടൈമിൽ പഠിക്കാനുള്ള എല്ലാ ബുക്കും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മൈൻഡ് മാപ്പ് കുറച്ചധികം വലുതായതുകൊണ്ട് ഞാൻ ബാഗിൽ തന്നെ വെച്ചു. ബാഗിൽ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല അത് വയ്ക്കാൻ. അങ്ങനെ ഞാൻ ബാഗ് എടുത്തിട്ട് അതിലത്തെ സിബൊക്കെ ഓപ്പൺ ആയിരുന്നു, അതൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് മറ്റേ ട്രോളിയും കൂടിയിട്ട് എടുത്തപ്പോൾ രണ്ടും ഒന്നുമില്ലല്ലോ, കാര്യമായിട്ടൊന്നുമില്ല. ബാഗിൽ കുറച്ച് സാധനങ്ങളുണ്ട്, ട്രോളിയിലൊന്നുമില്ല. അതിലും കുറച്ച് സാധനങ്ങളുണ്ട് തോന്നുന്നു, പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ രണ്ടിനും തീരെ വെയിറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സൈഡിലേക്ക് മാറ്റിയിട്ട് കുറച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു ഷെൽഫ് പോലത്തെ സാധനം ആ മുക്കിൽ നിന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചു. അത് വെച്ചപ്പോൾ ആദ്യം എന്തോ പോലെ ഉണ്ടായിരുന്നു, പിന്നെ നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നായി. ഒരു ഒതുക്കി വെക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അടിച്ചുവാരൽ എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ റൂമിൻ്റെ പുറത്തൊരു ബ്രഷ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അതെടുത്തിട്ട് അടിച്ചു വരുമ്പോൾ മെയിനായിട്ട് പൊടിയും ഉണ്ടായിരുന്നു, അതിനെക്കാട്ടിയും അപ്പുറമായിട്ട് എൻ്റെ മുടിയും ഉണ്ടായിരുന്നു. എന്തോരം മുടിയാന്ന് അറിയാം കൊഴിഞ്ഞു പോണത്. ആർക്കെങ്കിലും മുടി കൊഴിച്ചിൽ പറയാനുള്ള എന്തെങ്കിലും വഴി അറിയാമെങ്കിൽ പറയാൻ മറക്കല്ലേ. അങ്ങനെ അതാ നമ്മളെ റൂം, ബെഡും ഷെൽഫും സ്റ്റഡി ടേബിളും അങ്ങനെയുള്ള എല്ലാ സൈഡും ഞാനൊന്ന് ക്ലീൻ ചെയ്ത്. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഓവറോൾ ഒന്ന് നോക്കിയപ്പോൾ കൊള്ളാം എന്ന് തോന്നി. അങ്ങനെ ഞാൻ സ്റ്റഡി സെഷൻ 4 കടന്നു. ഞാൻ ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ഇത് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമില്ലാത്ത ചാപ്റ്ററാണ്. സംഭവം പഠിക്കാനല്ല, ഈ ചാപ്റ്ററിനോട് എനിക്കൊരു പ്രത്യേക വൈരാഗ്യമുണ്ട്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ +2 ബോർഡ് എക്സാമിൻ്റെ സമയത്ത് ഈ ചാപ്റ്ററിൽ നിന്ന് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ നോട്ട് ചെയ്യാനുള്ളൂ. ബാക്കി കുറേ വലിച്ചു നീട്ടിയിട്ടുള്ളൊരു ചാപ്റ്ററാണത്. അപ്പം ഞാനിതിലത്തെ പോയിൻറ്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ എൻ്റെ കംപ്ലീറ്റ് ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിരുന്നത് ആ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇല്ല. അതൊരു വലിയ ചാപ്റ്ററാണ്, ഭയങ്കര വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനായിരുന്നു മെയിൻ ഫോക്കസ് കൊടുക്കണമായിരുന്നു. പക്ഷേ ബോർഡ് എക്സാമിന് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൻ്റെ, അതായത് മോളിക്കുലർ ബേസിസിൻ്റെ ആകെ ഒരു ക്വസ്റ്റ്യനും ഞാനിപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൽ എവല്യൂഷൻ, അതിൻ്റെ 4-5 ക്വസ്റ്റ്യൻസും ചോദിച്ചു. അതേശം ഈ ചാപ്റ്ററിന് എടുത്തിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും നീറ്റ് പഠിക്കണ്ടേ. അപ്പം ഞാൻ പഠിച്ചു. അങ്ങനെ ഞാൻ ആ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ബ്രേക്ക് എടുക്കാൻ പോയി. കാരണം രാവിലെ മുതൽ ഇരിക്കാൻ തുടങ്ങിയതാണ് ഈ പഠിപ്പ് തിന്നൽ. അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു സിസ്റ്റം ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് അങ്ങനെ ആക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഇതൊരു ബ്രേക്ക് എടുത്തു. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ മേടിക്കണം എന്ന് വിചാരിച്ചൊരു സാധനമാണ് ബ്രെഡ്, പക്ഷേ വരുന്ന വഴിക്ക് മറന്നുപോയി. അപ്പം ഞാനിതെങ്ങനെ മേടിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു റൂംമേറ്റ് ആയിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എനിക്ക് ഇൻസ്റ്റാമാർട്ട് പരിചയപ്പെടുത്തി തന്നത്. ശരിക്കും ഞാൻ ബ്രെഡ് മാത്രം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ അതിൽ കുറേ ഓഫേഴ്സ് ഉണ്ടത്. അപ്പം ഞാൻ ലേസും ഐസ്ക്രീമും ഈ അമ്മിപ്പായും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു. അങ്ങനെ ഞാൻ ഫുഡ് ഐറ്റം ഓർഡർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ 1000 ഉറുപ്പിയുടെ ഒരു ലൈറ്റ് 89 ഉറുപ്പിക്ക് ഉണ്ടെന്ന് കണ്ട്. ആണെങ്കിൽ ഈ 89 ഉറുപ്പിക്ക് 6 ഉറുപ്പിയുടെ ലൈറ്റ് ഇരിക്കണം കണ്ടിട്ട് അത് മേടിക്കാണ്ട് ഒരു സമാധാനമില്ല. ഫുഡ് മാത്രം ഓർഡർ ചെയ്യുക ഐഷ എന്ന് പറഞ്ഞാലും എനിക്കാണെങ്കിൽ ലൈറ്റ് മേടിക്കാൻ ഒരു സമാധാനമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ലൈറ്റും കൂടി അങ്ങോട്ട് വാങ്ങി. ഈ അമ്മി ഫിൽസും ഐസ്ക്രീമും ബ്രെഡും മാത്രമാണ് ഞാൻ വാങ്ങിയത്. ഈ 50 ഉറുപ്പിയുടെ ലേസ് ഫ്രീ കിട്ടിയതാട്ടോ. അതാ പറഞ്ഞത്, ഫസ്റ്റ് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾക്ക് മേടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ ഒരു ടൈമിലാണ് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് തോന്നിയത്. കാരണം പഠിക്കൽ തിന്നൽ അതല്ലാണ്ട് ഇപ്പോഴും തിന്നൽ, എന്നാലും കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് ഇപ്പോഴാണ്. പക്ഷെ എന്നാലും ഞാൻ ഈ MSI വീഡിയോ വെച്ചപ്പോൾ എനിക്ക് ആ ടെൻഷൻ തിരിച്ചു വന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ MSI വീഡിയോ ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പഠിക്കണ നേരത്തെ ഇതെങ്ങാനും ഓർമ്മ വരുമോ, അപ്പോൾ ഞാൻ ഇത്ര നേരം പഠിച്ചത് വെറുതെ ആകുമോ, അങ്ങനെ ഒരു ലോഡ് കാര്യങ്ങൾ എൻ്റെ തലേക്ക് വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പഠിക്കുന്ന ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ആനിമേറ്റഡ് വീഡിയോ ഉണ്ടാവില്ലേ, ഈ DNA to പ്രോട്ടീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അത് കാണാൻ വിചാരിച്ചു. അതാകുമ്പോൾ ഒരു ആനിമേറ്റഡ് വീഡിയോ ആണ്, പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യുക, ഐസ്ക്രീം തിന്നുകയും ചെയ്യാം, ടെൻഷനും കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ ഐസ്ക്രീം തിന്നുന്നു, വീഡിയോ ഷൂട്ട് ചെയ്യണ്ടല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നിർത്തി.
നല്ലപോലെ ഇരുന്ന് ഐസ്ക്രീം തിന്നണ നേരത്താണ് എനിക്ക് ഐസ്ക്രീമിൽ നിന്ന് ഒരു ജെല്ല് പോലത്തെ പുഴുവിൻ്റെ ഷേപ്പിലൊരു സാധനം കിട്ടിയത്. ഞാനത് അപ്പുറത്തെ റൂംമേറ്റ് ഉണ്ടാവാനില്ല, ചേച്ചി കാണിച്ചു കൊടുത്തപ്പോൾ ചേച്ചി പറഞ്ഞ് അതൊന്നുമില്ല, ഒരു കാരമലിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നു. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് മേലേക്ക് പോകാം. കയ്യിൽ ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ പോണത് ട്രെയിൻ നല്ലപോലെ കാണാനാണ്. എൻ്റെ റൂമിൽ നിന്ന് കുറച്ചേ കാണുള്ളൂ. മേലൊന്ന് പോയി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രസത്തിൽ കാണാം. അപ്പോൾ ഞാൻ ട്രെയിൻ വരണ വരെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ബുക്കും കൂടി എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ചാപ്റ്റർ റിവൈസ് ചെയ്യുമ്പോഴാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ചെന്നൈയിൽ പഠിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഈ ട്രെയിനിൽ പോകുന്നുണ്ടാവുമോ എന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കുറച്ച് നേരം ഇരുന്ന്. പിന്നെ ഞാനൊരു 6:15 അടിക്ക് വന്ന് വിൻഡോ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി താഴേക്ക് വന്നപ്പോൾ ഉണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ. എനിക്കാണെങ്കിലോ ജനാല അടയ്ക്കാനും തോന്നണില്ല. അങ്ങനെ ഞാൻ ആകാശം കുറച്ച് നേരം നോക്കിയിരുന്ന്. അവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ റോഡൊക്കെ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വിൻഡോ ക്ലോസ് ചെയ്തു. വിൻഡോ ക്ലോസ് ചെയ്തിട്ട് ഞാൻ റൂമിൽ ഞാൻ ഇരിക്കാൻ നിന്നില്ല. ഞാൻ നേരെ അപ്പുറത്ത് റൂംമേറ്റ് ഉണ്ട് പറഞ്ഞില്ല, ഒരു ചേച്ചി, ആ ചേച്ചിയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ആ ചേച്ചിനോട് കുറേ നേരം വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. കുറച്ചധികം നേരം, ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഒരു 7 മണിയാകുമ്പോഴാണ് ഞാൻ പിന്നെ റൂമിലേക്ക് പോണത്. അങ്ങനെ റൂമിൽ പോയപ്പോൾ എന്തായാലും ന്യൂട്ടലെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, ബ്രെഡ് മേടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് തിന്നണമെന്ന് വിചാരിച്ചിട്ടൊരു കാര്യമാണ് ബ്രെഡ് ന്യൂട്ടൽ. വീട്ടിൽ ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പൊട്ടിക്കാൻ സമ്മതിക്കണമായിരുന്നില്ല. ഹോസ്റ്റലിൽ വന്നിട്ട് പൊട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ബൈ നമ്മൾ 89 രൂപയ്ക്ക് മേടിച്ച ലൈറ്റ് സക്സസ്ഫുൾ ആണ്. മനസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു, പഠിച്ചവൻ എങ്ങാനും ഇത് പെറ്റിക്കോ എന്നുള്ളത്. പക്ഷെ പെറ്റിച്ചില്ല. അങ്ങനെ ഞാനിതാ എൻ്റെ ബ്രെഡും ന്യൂട്ടലയും സ്റ്റഡി ടേബിളിൽ വെച്ച്. സംഭവം ഞാൻ ക്യാൻഡിൽ വീട്ടിൽ നിന്ന് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ കത്തിച്ചിട്ടില്ല, കാരണം ഞാൻ ലൈറ്ററോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ട് പറഞ്ഞില്ല, ഒരു ചേച്ചി, ആ ചേച്ചിയുടെ അടുത്തുനിന്ന് ഞാനൊരു തീപ്പെട്ടി ബോറോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിട്ടാണ് ഞാൻ ക്യാൻഡിൽ കത്തിക്കണത്. എനിക്ക് ഈ തീപ്പെട്ടി കത്തിക്കണത് ചെറുതായിട്ടൊരു പേടിയുള്ള കാര്യമാണ്. കത്തിക്കാൻ പറ്റും, പക്ഷെ എന്നാലും എനിക്ക് ചെറുതായിട്ട് ആദ്യം ഒരു പേടിയുണ്ടാവും, പിന്നെ കുഴപ്പമുണ്ടാവില്ല. അതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് പാളിപ്പോയതും സെക്കൻഡ് അറ്റംപ്റ്റ് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ബേൺ ചെയ്ത് ക്യാൻഡിൽ സൈഡിലേക്ക് മാറ്റി വെച്ചു. ഈ സ്പൂൺ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഉമ്മയോട് ന്യൂട്ടലെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഉമ്മയോട് സ്പൂൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂട്ടലെ വെറുതെ കൈയിട്ട് വാരി തിന്നാൻ പറ്റും, പക്ഷെ എന്നാലും സ്പൂണായിട്ട് തിന്നില്ലേ നല്ലത്. അപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മ എടുത്ത് തന്ന സ്പൂൺസാണിത്. ഐസ്ക്രീമിൻ്റെ സ്പൂൺ എന്നാണ് ഞാൻ ഇതിന് പറയുക. ഇതിന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടായിരിക്കും, ബട്ട് ഐസ്ക്രീമിൻ്റെ സ്പൂൺ എന്ന് ഞാൻ പറയുള്ളൂ. വീട്ടിലെപ്പോഴോ ഐസ്ക്രീം ബൾക്കായി മേടിച്ചപ്പോൾ കിട്ടിയ ഐസ്ക്രീം സ്പൂൺസ് എനിക്ക് എടുത്ത് തന്നേക്കാണ്. എന്തല്ലേ, ഞാൻ പിന്നെ കിട്ടിയത് എടുത്തിട്ടുണ്ട് പോകുന്നു. പിന്നെ ഞാനിപ്പോൾ ഇതാ ബ്രെഡിൽ ന്യൂട്ടല തേക്കുന്നു. ഞാൻ സാധാരണ വീട്ടിലെല്ലാം ഉണ്ടാവുമല്ലോ, അപ്പം വീട്ടിലെല്ലാവരും കൂടി ഉള്ളപ്പോൾ ഇങ്ങനെ വീട്ടിലൊക്കെ അടിയിരിക്കും, അല്ലെങ്കിൽ വേഗം തീരുകയും ചെയ്യും ഇതൊക്കെ വേഗം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീടും കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ന്യൂട്ടല ഒറ്റയ്ക്ക് തിന്നാലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. എനിക്ക് ഈ ബ്രെഡിൽ ന്യൂട്ടലയും ജാമൊക്കെ തേക്കണ സമയത്ത് ആ കംപ്ലീറ്റ് വൈറ്റ് പോർഷൻ കവർ ചെയ്തിട്ട് തേക്കാണ്ട് എനിക്കൊരു സമാധാനമില്ല. ഇന്നൊക്കെയാണ് എനിക്ക് എന്തായാലും ചീത്തേക്കും. ഇവിടെയാണെങ്കിൽ പിന്നെ ഈ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ വയ്ക്കുമ്പോഴുള്ള ഉമ്മ കാണാം. പ്ലേറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാട്ടോ തിന്നണത്. 2 കൈ ഉണ്ടല്ലോ, മതി. അങ്ങനെ ഞാൻ തിന്നൽ മാത്രമല്ല എൻ്റെ ഇടയിൽ കൂടെ റിവിഷനും കൂടി നടക്കുന്നുണ്ട്. പിന്നെ ഒരു 8 മണിയൊക്കെ ആയ സമയത്ത് ഫുഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബെല്ലടിച്ച്. അന്ന് ഇവിടുത്തെ ചേച്ചിക്ക് പുറത്തേക്ക് എവിടേക്കോ പോകാനുള്ളത് കൊണ്ട് ഫുഡ് നേരത്തെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ബ്രെഡ് കഴിച്ചതുകൊണ്ടും എനിക്ക് രാത്രി ഫുഡ് കഴിക്കൽ നിർബന്ധം ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ടും പിന്നെ എനിക്ക് ഈ പയറ് ഞാൻ പൊതുവേ കഴിക്കലില്ല, അപ്പോൾ പിന്നെ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നിയില്ല. അപ്പം ഞാൻ അന്നത്തെ ദിവസം ഡിന്നർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം റൂമിൽ വന്നിരുന്ന് പിന്നെ ഞാൻ നേരെ പോയിട്ട് ഫ്രഷായി. അങ്ങനെ ഫ്രഷ് ആവലും നിസ്കരികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആസ് യൂഷ്വൽ നൈറ്റ് റൂട്ടീനിലേക്ക് നമ്മൾ വീണ്ടും കടന്നു. നൈറ്റ് റൂട്ടീൻ ആസ് യൂഷ്വൽ മോയ്സ്ചറൈസർ, പിന്നെ ടോണറും, പിന്നെ മറ്റേ അണ്ടർ ഐ ജെല്ലില്ലേ, പിന്നെ ലിപ് ബാമും, ഇത്രേ ഉള്ളൂ. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്യാൻഡിലൊന്ന് ഒരു നല്ല സെൻറ്റിന് വേണ്ടിയിട്ട് കത്തിച്ച് വെച്ച് പിന്നെ ഞാൻ നേരെ പോയിട്ട് ലൈറ്റ് ഓഫാക്കി കിടന്നുറങ്ങി. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഡേ ഇൻ ദിസ് ഹോസ്റ്റൽ. സോ താങ്ക് യു, ബൈ.